അവസാന കോണ്ടാക്ട് കിട്ടി. എനിക്ക് സന്തോഷമായി. ഇതാരിത്? നീയാ? ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എന്തിനാ? ഏതാന്ന് പറ. ഓനെഗറ്റീവ്. പെർഫെക്റ്റ്. ഇന്നലെ ഉറങ്ങിയായിരുന്നോ? ആ, കുഴപ്പമില്ലാണ്ട് ഉറങ്ങിയായിരുന്നു. ഇന്നലെ വല്ലതും അടിച്ചായിരുന്നോ? ആരെ? കള്ള വല്ലതും കുടിച്ചായിരുന്നോ എന്നാ ചോദിച്ചേ. എനിക്ക് ആ ശീലമൊന്നുമില്ല. അതും സെറ്റ്. അപ്പോ പോവല്ലേ? ഇനി എന്തിനാന്ന് പറ. ബ്ലഡ് കൊടുക്കാൻ. ബ്ലഡ് കൊടുക്കാൻ? ബ്ലഡോ? നടക്കുന്ന കാര്യമൊന്നുമില്ല. അത് ഞാൻ ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞ ഒന്നാമത് എനിക്ക് സൂചി വീഴും. അതങ്ങാണം കാട്ടിയാൽ അവിടെ ഇറങ്ങി വീഴും. നീ പോയാ നീ വേറെ ആളെ നോക്കാം. രക്തദാനം എന്ന് പറഞ്ഞ മഹാദാനമാണ്. തനിക്ക് പുണ്യം കിട്ടൂടോ, പുണ്യം. താനി ഒന്നും പറയണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇങ്ങ് വാ. എനിക്ക് ഉറപ്പായി ഇതെന്റെ കാലം മനുഷ്യന്മാർ എവിടുത്തെ എന്റെ കൂടെ നീക്കുന്നു. അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകേ. താങ്ക് യു മോനെ. മോനില്ലായിരുന്നെങ്കിൽ ആളുടെ ജീവൻ നഷ്ടമായേനെ. മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ സഹായം ഈ ജന്മം ഞാൻ മറക്കൂല. എന്റെ മോന് തരാൻ മാറുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി എനിക്കിത് മാത്രമേ ഉള്ളൂ കയ്യില്. മോനിത് വെച്ചോ. ഇതിനൊന്നും ആവശ്യമില്ല. ഇത് മുത്തശ്ശൻ തന്നെ വെച്ചോ. ഇതിനൊന്നും ആവശ്യമില്ല എനിക്ക്. അപ്പൂപ്പന്റെ കൊച്ചുമോക്ക് വേണ്ടിയാ താൻ ബ്ലഡ് കൊടുത്ത. എന്താ കുട്ടിക്ക് പറ്റിയ? കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കാല് തിന്നി ടെറസിൽ നിന്ന് താഴെ വീണതാ. കൊണ്ടുവന്നപ്പോ സിവിയർ ബ്ലഡ് ലോസ് ആയിരുന്നു. അതുമല്ലാണ്ട് ബ്ലഡ് കൗണ്ട് ഒരുപാട് കുറഞ്ഞു. എവിടെ അന്വേഷിച്ചിട്ടും ബ്ലഡ് കിട്ടിയില്ല. പിന്നെ ആ കുട്ടിക്ക് സ്വന്തം എന്ന് പറയാൻ അതിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ പണ്ടേ മരിച്ചുപോയി. ഇപ്പം താൻ ആ കുട്ടിയെ രക്ഷിച്ച. നമ്പർ പറഞ്ഞേ. എന്റെയോ? 9553310. അത് എന്റെ നമ്പറാ, സേവ് ആക്കിക്കോ. നീ എവിടെ നിൽക്കുവാണോ? രേഷ്മ ഡോക്ടർ നിന്നെ തിരക്കുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട്. എന്താ വരുന്നു? എന്നാ ശരി. ഓക്കെ. അല്ല, പേര് ചോദിക്കാൻ മറന്നുപോയിന്ന്. എന്റെ ക്യാബിൻ എവിടാ? അകത്താണ് ക്യാബിൻ. ഓക്കെ. ഇങ്ങനെ കണ്ടിട്ട് ഒരു പാവമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. നല്ല മുരടനാണെന്ന് തോന്നുന്നു. ഇനി എന്താവോ എന്തോ. ഇനി എന്തുവാണ് കണ്ടറിയാം. എന്തായാലും ക്യാബിനിലോട്ട് പോവാം. വന്നിട്ട് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നും പറഞ്ഞു വേണ്ട ഇനി അടുത്ത വഴക്ക്. ഈ സീരിയൽ കില്ലർ കേസിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ എവിടം വരെ അന്വേഷിച്ചോ അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഇന്ന് വൈകിട്ടോടെ എന്റെ ടേബിളിൽ കാണണം. ഓക്കെ? യെസ് സർ. സർ. യെസ് കമൻ. പറഞ്ഞ പോലെ നിങ്ങളുടെ ആരുടെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പോ മൂന്നുപേരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. സർ, ഞാൻ സിദ്ധാർത്ഥ്, SI ആണ്. ഞാൻ കേശവ്, CA ആണ്. സർ, ഞാൻ മൃതിക, ASI ആണ്. ഓക്കെ. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. IPS രുദ്ര. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സീരിയൽ കില്ലർ കേസിന് സ്പെഷ്യലായിട്ട് അപ്പോയിന്റ് ചെയ്ത. അപ്പോ എല്ലാവരും പോയി വർക്ക് ചെയ്തു. കഴിഞ്ഞ 3 മാസത്തിൽ നടന്നത് 4 മർഡേഴ്സ് ആണ്. അതും എല്ലാം സെയിം പാറ്റേൺ. എല്ലാ ആളുകളുടെയും മരണ കാരണം കഴുത്തിന്റെ സൈഡിലുള്ള ആഴത്തിലുള്ള മുറിവ്. ബോഡിയുടെ കൂടെ എല്ലാം കിട്ടിയത് ഒരു മാസ്കും ഒരു കാർഡുമാണ്. സമയത്ത് എതിരിക്കുന്ന ഫയലിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ മരിച്ചവരുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്.
ഇതുവരെ യാതൊരു ഫിംഗർ പ്രിന്റ്സും അവരുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവരെ ബലം പ്രയോഗിച്ച് കൊന്നതായിട്ട് ബോഡി കണ്ടിട്ടും തോന്നുന്നില്ല. പിന്നെ അവരെ കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് യാതൊരുവിധ ലീഡ് കിട്ടുന്ന രീതിയിൽ ഒരു സാധനവുമില്ല. പിന്നെ അവരുടെ വീടുകളെല്ലാം ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അവിടെയും അസ്വാഭാവികമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഇമെയിൽ ചെയ്യണോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം. എന്നാലും ഇവരെ എല്ലാവരും ഇങ്ങനെ കൊല്ലാൻ വേണ്ടി എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ കാരണം? വാട്ട് ഈസ് ദ മിസ്റ്ററി ബിഹൈൻഡ് ദിസ് മാസ്ക്? ഐ ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. ആടാ, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ തന്നെ വന്ന് വാങ്ങിക്കോളാം. ഓ ഓക്കെ, ശരി എന്നാ. അത് നിലയല്ലേ? ഇവളെന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ? കോളേജ് വിട്ടിട്ട് കുറെ ആയല്ലോ. ഇതെന്താ ഇന്ന് ബസ്സില്ലേ? എങ്ങനെ ഇപ്പൊ പോവാനാ വീട്ടില്? ഏയ് നില, ഏയ് നില, നില എണീക്ക്. എന്താ പറ്റിയ നില? താൻ ഓക്കെയാണോ? ഇന്ന് വെള്ളം കുടിക്കാം. ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട, എനിക്ക് വീട്ടിലേക്ക് പോകണം. താൻ ഒട്ടും ഓക്കെയല്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ഞാൻ തന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും ബസ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഇന്ന് ബസ് സ്ട്രൈക്ക്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ബസ്സൊന്നുമില്ല. ഇയാളെ വന്ന് കയറുന്നുണ്ടോ? പേഷ്യന്റിന്റെ പേരെന്താ? നില. ഫുൾ നെയിം പറയൂ. നില ഈശോ. നില ഈശോ. ഏജ് 21. അകത്തോട്ട് ചെന്നോ. സ്ട്രെയിറ്റ് ചെന്നിട്ട് ലെഫ്റ്റിലുള്ള റൂം. താനാണോ ഈ കുട്ടിയുടെ കൂടെ വന്നേ? അതെ ഡോക്ടർ. എന്താ നിന്റെ പേര്? ഈശോ. ഓ, താനൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യ രാവിലെ വന്നതും കഴിച്ചെന്ന് പോലും തനിക്ക് നോക്കാൻ കഴിയില്ലേ? അത് ഈ സമയത്ത്. റിയലി സോറി ഡോക്ടർ. രാവിലെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ നോക്കോളാം. ഇനി ഞാൻ ദിവസവും ഫുഡ് നിർബന്ധിച്ചാണെങ്കിലും കഴിപ്പിച്ചോളാം. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി? 5 മാസം. ഇനി ഈ കുട്ടിയെ നന്നായിട്ട് നോക്കണം. ഈ സമയത്ത് ഭർത്താവ് കൂടെ ഉള്ളത് നല്ലതാ. നന്നായി കുട്ടിയെ ശ്രദ്ധിച്ചോണം. പിന്നെ കുറച്ച് പെയിൻ കില്ലേഴ്സ് എഴുതിയിട്ടുണ്ട്, അത് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കോ. വേറെ ഒന്നുമില്ല. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നല്ലേ? ശരിക്കും എന്താ സംഭവം? എനിക്ക് എന്താ പറ്റിയേ? പറയടോ. ഞാനൊന്നും പറയൂല. എനിക്ക് പീരിയഡ്സ് ആക്കും. ഓ അതാണോ? ഞാനങ്ങ് പേടിച്ചു പോയി. താനൊരു കാര്യം ചെയ്യും. ഒരു 5 മിനിറ്റ് നിൽക്കേ, ഞാൻ പോയി മെഡിസിൻ വാങ്ങിട്ട് വരാം. ഞാൻ മെഡിസിൻ വാങ്ങിയിട്ടുണ്ട്. വാ നമുക്ക് പോവാം. ഇതന്നെ ഇങ്ങനെ പാട്ടിരിക്കീങ്ക? എനിക്ക് നല്ല വിശപ്പ്. എന്തായാലും ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോവാം. തനിക്ക് വിശപ്പില്ലേ? ഇല്ല, എനിക്ക് പസിക്കല. ഒന്നും വേണ്ടല്ലോ ഇപ്പം കഴിക്കാൻ. ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് പസിക്കല. ഉറപ്പാണേ? സോ എന്താണ് വേണ്ടത്? ഒരു ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കനും പിന്നെ ഒരു കോഫി. ഓക്കെ. കഴിച്ചു. ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് പസിക്കല. അതെനിക്ക് മനസ്സിലായി. ഒട്ടും വിശപ്പില്ലെന്ന്.
കഴിച്ചു. ഞാൻ തനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാ. ആ, തന്റെ വീട് എവിടെ? അത് CKP സ്കൂളാണ് ബാക്ക് സൈഡില്. അതെ, ഇങ്ങനെ പോയാ മതിയോ? ഇപ്പൊ എന്നാ വേണു? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഈ മെഡിസിൻസ് കൂടെ കൊണ്ടുപോകാൻ വിളിച്ച. ഓയ് മീനമ്മ, எப்போ எனக்கு ஓகே சொல்ல போற? சொல்ல முடியாது. இந்த ஜென்மத்துல நான் ஓகே சொல்லுவேன்னு நினைச்சு கூட பார்க்க வேணாம். ஜீவா, நீ வந்துட்டியா? എന്നാச்சு இன்னைக்கு സീക്രമാവേ വന്നിട്ടേ? അമ്മ ഉച്ചയ്ക്ക് ക്ലാസ് ഇല്ലായിരുന്നു, അതാ ഞാൻ നേരത്തെ വന്നേ. അമ്മ, ഞാൻ എന്നാ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ മെഡിസിൻ വാങ്ങിയിട്ടുണ്ട്. അമ്മ, ചൂടുവെള്ളമുണ്ടോ? അടുക്കളയിലുണ്ട്, പോയെടുത്തോ. നില ഈശോ, ഷേ, ഞാൻ എന്തിനാ ഇപ്പൊ അവനെ പറ്റി ആലോചിക്കുന്നേ? എനിക്ക് എന്താ പറ്റിയേ? சொல்ல முடியாது. இந்த ஜென்மத்துல நான் ஓகே சொல்லுவேன்னு நினைச்சு கூட பார்க்க வேணாம். ഏയ്, നീ അറിഞ്ഞ ഇന്നിവിടെ എന്തോ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന്? ഓ, ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു ആഡ് ഷൂട്ട് ചെയ്യാനുണ്ട്. സോ അതിന് എവറിബഡി കോപ്പറേഷൻ വേണം. കം ഓൺ എവറിബഡി. ഇതെന്താ കല്യാണ സെറ്റപ്പ്? അതെ മാഡം. ഓ ഈശു, എന്നെ മാം കോൾ ചെയ്യണ്ട. കോൾ മീ സാം ഓർ സമാന്ത. ഓക്കെ, സമന്ത, ഇവിടെ എന്തിന്റെ ഷൂട്ടാ ചെയ്യാൻ പോകുന്നത്? Oh, it's actually for a bridal complex. Concept ഒരു മാരേജ് സെറമണി ആണ്. മോഡൽസ് ഒക്കെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓ, അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയാണ് ഇവിടെ ചെക്കൻ. ഇനി പെണ്ണാരാന്നും കൂടെ കണ്ടാ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നൊരു ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മോഡൽസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഗ്രൂവുമായിട്ട് അഭിനയിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെ. ആസ് എക്സ്പെക്ടഡ്. ഓക്കെ, അപ്പൊ ഇനി ബ്രൈഡ് ആരെങ്കിലും ഒരാൾ വേണ്ടി അതും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. Meet Miss Jiva. ആൻഡ് നിങ്ങൾ എല്ലാവരെയും കുട്ടി ഒന്ന് നോക്കി വെക്കുക, കാരണം ഷീ ഇസ് ഗോയിങ് ടു ബി മൈ ഫ്യൂച്ചർ ഫിയാൻസി. എനിക്ക് നല്ല ചൂട് കോഫി കൊണ്ടുപോവാ. പിന്നെന്താ സാർ, ഇപ്പൊ കൊണ്ടുവരാം. ഒരവസരം നോക്കിയിരുന്നേ, നിങ്ങൾ തന്നെ എനിക്കത് ഇട്ടുള്ളൂ. വളരെ നന്ദിയുണ്ടാതി സാർ. തനിക്ക് കോഫിയില്ലേ വേണ്ടി? ഇത് നല്ല ചൂട് കോഫി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. എനിക്ക് നല്ല ചൂട് അടിപൊളി കോഫി. എന്ത് അവസാനത്തെ? ആ, ഓക്കെ. വാഷിംഗ് പൗഡർ ഒന്നമ്മ, വാഷിംഗ് പൗഡർ ഒന്നമ്മ. ഇനി താൻ ഇവിടെ നിന്നൊന്ന് ഷൂട്ടിങ്ങിന് പങ്കെടുക്കുന്നിരിക്കുന്നു കാണണമല്ലോ. തന്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ തനിക്ക് സമയം കാണില്ല. ആ, കലങ്ങ് അങ്ങോട്ട്, നന്നായി കലങ്ങ്. ഇനി നീ നന്നായി ഒന്ന് കഴുകി വൃത്തിയായിട്ട് വന്നാ മതി. ഇന്ന സർ കോഫി.
It's getting late. I have to leave soon. Where is Adi? സമന്ത ആദ്യ സാർ ഇപ്പൊ വരുമെന്ന് തോന്നില്ല. മാമിന് മീറ്റിംഗ് ഉള്ളതില്ലേ, വേറെ ആളെ മോഡലാക്കി വെച്ച് ഷൂട്ട് ചെയ്തൂടെ? അങ്ങനെ പറഞ്ഞാൽ now എവിടെയെന്ന് മോഡൽ കാട്ടും? മാമിനൊന്നും തോന്നത്തില്ലെങ്കിൽ ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാം. വേറെ ആരുമല്ല, നല്ല ലുക്കൊക്കെ ഉണ്ട്. ഐ തിങ്ക് ഗ്രൂമായിട്ട് അയാള് കാണാൻ നല്ലതായിരിക്കുമെന്ന്. ആരാ അത്? ഈശോ. Oh, Isho. Why not? Where is he? അപ്പൊ ഓക്കെ, അവനെ ഞാൻ സെറ്റ് ആക്കിക്കോളാം. ഡോൺ വറി. പെണ്ണിനെ മാം ഒരുക്കിക്കോ. ഡാ, ഉഫ്, ഇവിടെ നിൽക്കുമായിരുന്നു നീ. എവിടെല്ലാം അന്വേഷിച്ചെന്നറിയാം. വാ ഒരുങ്ങ. ഓ, എന്തിന്? ഞാനെന്തിനാടാ ഇങ്ങനെ ഡ്രസ് ഇടുന്നു? ഞാനല്ലല്ലോ ചെക്കൻ, ആദ്യമല്ലേ, പിന്നെന്തിനാ? നീ ഒന്നും പറയണ്ട, അടങ്ങി അങ്ങ് നിന്ന് വന്നാ മതി. ഞാൻ ഒരുക്കിക്കോളാം. പണ്ടത്തെ എന്റെ മേക്കപ്പ് സ്കിൽസ് എല്ലാം ഞാൻ ഇങ്ങ് പുറത്തെടുക്കും. നീ അവന് എന്തുവാ ചെയ്തേ? പേടിക്കണ്ട, അവനെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവനെ ഒന്ന് ഞാൻ ഫുള്ളി ഡ്രൈ വാഷ് ആക്കാൻ വിട്ടിട്ടുണ്ട്. ഡ്രൈ വാഷ് അല്ല, ഒന്ന് കഴുകി വൃത്തിയായിട്ട് വരാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വിട്ടിട്ടുണ്ട്. എന്തായാലും വാഷിംഗ് പൗഡർ നിർമ്മ ആ അതൊക്കെ ഒരു കാര്യം. നീ അതൊക്കെ വിട്, പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആയിട്ട് ചെല്ലാൻ നോക്ക്. സമയം ഒരുപാടായി. ഈ ഷൂട്ടില് ഗ്രൂം പതുക്കെ നടന്നു വന്ന് ബ്രൈഡിന്റെ ഷോൾഡറിൽ നിന്ന് തൊടണം. ഇതിപ്പോ വന്നു. ഞങ്ങൾ രണ്ടും വന്നതേ ഉള്ളൂ. ഇക്ക ജോലിക്ക് പോയി. വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ കരുതി. ഇവിടെ അടുത്ത പാർക്കിൽ വന്നതാ. പിന്നെ നിന്നെ കൂടെ കണ്ടിട്ട് പോവാന്ന് കരുതി. നിന്നെ കാണുമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു അവന്. ഓ, ചൂടെടുക്കുന്നു. ഇതൊന്നും ഇനി എവിടെ ചെന്നൊന്നും മാറ്റണ്ട. അതെ, ഈ ചേഞ്ച് ചെയ്യുന്ന റൂം എവിടെയാ? മാം നേരെ ചെന്നിട്ട് ലെഫ്റ്റിലെ രണ്ടാമത്തെ റൂമാണ്. പിന്നെ എന്റെ മോൻ എന്നെ കാണാൻ തോന്നില്ലേ? അതെന്ത് ചോദ്യമാ? എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് രൂപ വന്നേ. അങ്ങനല്ല, കെട്ടിപ്പിടിച്ചു മാറണം. ഇന്നിതിനൊരു തീരുമാനമാക്കണം. നില വന്ന് നിൽക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് തന്നെ ശല്യം ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. നിനക്ക് ആദ്യം ഇഷ്ടമാണോ? ശരിക്കും നീ അവന്റെ ഫിയോൻസി ആണോ? പറ, നീ അത് മാത്രം ഒന്ന് പറ എൻ്റെ അടുത്ത്. ஆமா அப்படிதான். நீங்க யாரும் இது கேக்குறதுக்கு? நானும் ரொம்ப நாளா பொறுத்து போய்கிட்டு இருக்கேன். உங்களுக்கு புரியவே புரியாதா? எத்தனை வாட்டி சொல்றது, எனக்கு உங்களை சுத்தமாவே பிடிக்கல. உங்களை பார்த்தாலே எனக்கு வெறுப்பா இருக்கு. உங்களோட டைம் பாஸுக்கு ஏன் பின்னாடி சுத்தாதீங்க ப்ளீஸ். തനിക്ക് ഞാനൊരു ശല്യമായിരുന്നല്ലോ. റിയലി സോറി. ഇത്രയും നാൾ തന്നെ പുറകെ നടന്ന് തന്നെ വെറുപ്പിച്ചതിന്. പിന്നെ താൻ ആദ്യം കല്യാണം കഴിച്ചാലും ഹാപ്പി ആയിരുന്നാൽ മതി. എന്തായാലും താൻ പേടിക്കണ്ട. ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായിട്ടോ തടസ്സമായിട്ടോ ഞാൻ പുറകെ കാണില്ല. തൻ്റെ കൺവെട്ടത്ത് പോലും ഞാൻ ഇനി വരില്ല. ഐ എം റിയലി സോറി ഇത്ര നാള് തനിക്കൊരു ശല്യമായത്. എന്താ പറ്റി? ഒന്നുമില്ലടാ,
നീ വണ്ടി എടുക്കും, നമുക്ക് വീട്ടിൽ പോ. കഴിച്ചു. എന്താ ചെറുക്കാൻ പറ്റി? എന്താ മോനെ നിൽക്കുവാന് പറ്റി? അവന് നല്ല തലവേന, അതാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇച്ചു, എന്താ പറ്റി പറ. എനിക്കെന്ത് പറ്റ? പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നീ പൊക്കോ, കുഴപ്പമില്ല. എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കണോടാ. നീ പോ, എനിക്കിപ്പോ സംസാരിക്കാൻ ഒരു മൂടില്ല. நீங்க ஏன் இதை கேக்குறதுக்கு? நான் பார்த்தாலே எனக்கு வெறுப்பா இருக்கு. ഷേ, എന്റെ താക്കോൽ എന്തേ? മോനെ അവിടെ ആ വാ എന്നാ നമുക്ക് പോകാൻ വീട്ടിൽ. ഇച്ചോങ്ങളെ എന്ത് തന്നു വന്നിട്ട്? ഞാൻ അയാളോട് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞേ? വേണ്ടായിരുന്നു. അമ്മച്ചി, മിണ്ടണ്ട എന്നോട്. നീ എന്നെ വിളിക്കാറ് പോലും ഇല്ലല്ലോ. ഞാൻ നിന്നോട് പിണക്കോ? അങ്ങനെ പിണങ്ങാതെ എന്റെ അന്നമ്മേ. നീ വന്നോ? ആ പച്ച വന്നതേ ഉള്ളു. ആ എനിക്കറിയാം, നിനക്ക് പണ്ട് നിന്റെ അമ്മച്ചിയെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ അപ്പച്ചനെ എനിക്ക് വേണ്ടല്ലോ. അങ്ങനൊക്കെ പറയാമോ? അപ്പച്ചൻ എന്റെ സൂപ്പർ ഹീറോ അല്ലേ? എന്നെ ചക്ര മുത്തില്ലേ? പിണങ്ങാതെ അങ്ങനെ. നിക്ക് വന്നില്ലേ? ആ, അവൻ വന്നില്ല. ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. അവൻ അവിടെ ഒരുപാട് ജോലിയുണ്ട്. അടുത്തോട്ട് എന്തായാലും ഞാൻ അവനെ കൊണ്ടുവരും. വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം. നീ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വാ. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട മാങ്ങാപ്പുളിശ്ശേരി ഉണ്ട്. ആഹാ, പിന്നെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ ചെന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് എല്ലാം എടുത്ത് വെച്ചേക്കാം. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി. പക്ഷേ ഈ നല്ല ചുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഞാനല്ലല്ലോ അതിന് ഫുഡ് ഉണ്ടാക്കിയേ. അപ്പൊ ആരോ ഉണ്ടാക്കിയേ? മോളെ മാളു. ഇവളാ ഇന്ന് എല്ലാം വെച്ചത്. മാളു, എത്ര നാളെ കണ്ടിട്ട്. ഫുഡൊക്കെയാണ് അടിപൊളി. നിനക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. എന്നാ എന്റെ മോൻ കുറച്ചും കൂടെ കഴിക്കേ. അതെ ചേട്ടാ. ഓ, താനാണോ? എന്താ ഇവിടെ? അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, അത് വാങ്ങാൻ വന്നയാ. ഓ, അതങ്ങ് അകത്ത് റിസപ്ഷനിൽ നിന്ന് കിട്ടും. അകത്തോടെ മതി, അവരെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ആ, എന്താ ഇവിടെ നിന്ന് വരുന്ന? വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് ചേട്ടാ, മറ്റേ ചേട്ടൻ എന്തേ? ആര്? അത് ചേട്ടന്റെ കൂടെ നടക്കുന്ന ആള്. ഓ ഈശോയോ, അവൻ പോയല്ലോ. അതെന്താ പെട്ടെന്ന് അങ്ങനെ പോയേ? എന്താന്നറിയില്ല, 2 മാസം അവൻ ലീവാ. അവൻ വർക്ക് ഫ്രം ഹോം. അവന്റെ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് കണ്ടാ പോയിരിക്കുന്നത്. എന്താ? പക്ഷെ എനിക്ക് ആര് തെളിക്കും? ഈശോ, അതെ, ഒരു ഹെൽപ്പ് ചെയ്തോ? എന്റെ കയ്യിൽ ഫുള്ള് പെയിന്റ്. ഫോണൊന്ന് സ്പീക്കർ ഇടും.
ഹലോ ആ എടാ ഈ CP കമ്പനിയുടെ ഫയലില്ലേ അതെനിക്കൊന്ന് ഇമെയിൽ ചെയ്ത് തരണേ ഇന്ന്. ഓടാ നീ വീട്ടിലെത്തിയാ? ആടാ ഇന്ന് രാവിലെ എത്തി. പിന്നെ അമ്മച്ചി എന്നെ അന്വേഷിച്ചായിരുന്നു. ആ എന്റെ അന്വേഷണം പറഞ്ഞു. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ നട അടയ്ക്കും. എന്റെ ശബ്ദമാണോ? അത് മാളുവാടാ. അവള് വലിയ കുട്ടിയായോ? വളർന്നോ? വലിയ കുട്ടിയായടാ. ഇപ്പൊ കണ്ടാലേ മനസ്സിലാവില്ല. നല്ല സുന്ദരിയായി അവള്. ശരിയടാ എന്നാ നീ പൊക്കോ. എന്നാ ശരിയടാ, അവളെ കൊണ്ട് അമ്പലത്തിൽ പോണം. ആ അവൻ ഇങ്ങനെ പോയ അവളെ കിട്ടുമെന്ന് തോന്നുന്നു. പണ്ടേ മാളവിന് ഈശോയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇനി അവരൊരുമിച്ചല്ലേ, അപ്പൊ എന്തും നടക്കാം. അയാൾ ഇനി ആ പെണ്ണിനെ എങ്ങാനും പ്രേമിക്കോ? ഇല്ലായിരിക്കും. എന്ത് ദൈവമേ, അങ്ങനെയൊന്നും നടക്കല്ലേ.